അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദു റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, എല്ലാവരും തറാവീഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണമെന്നുള്ള ചിന്ത ഉള്ളതോട് കൂടി തന്നെ കുറച്ച് ദീനീ കാര്യം കേൾക്കാമെന്ന നിലയിലാണ് ഇരിക്കുന്നത്. അല്ലാഹു തആല പരിപൂർണ തോതിൽ സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ കേൾക്കുന്നൊരു സംഗതിയാണ്. ആളുകളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, അയാൾ നല്ല വിദഗ്ധനായ ഒരു കച്ചവടക്കാരനായിരുന്നു, പക്ഷേ പിന്നീട് എന്തോ സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ കടയിലെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് അവരൊക്കെ ചില സാമ്പത്തിക തിരിമറിയൊക്കെ നടത്തി അയാൾ ആകെ പാപ്പരായിപ്പോയി. നമ്മൾ ചോദിക്കും, എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു, അതെല്ലാം വിറ്റു. അവസാനം താമസിക്കുന്ന വീടും പറമ്പൊക്കെ വിറ്റ് വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആളാകെ പാപ്പരായി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥ പാപ്പരായരെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് തിരു ഹദീസിൽ കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു ഒരു ചോദ്യം. റസൂലിൻ്റെ ഒരു പഠന രീതിയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പഠിപ്പിക്കുക, എന്നിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതൊരു മനഃശാസ്ത്രപരമായ രീതിയാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ വരും, അതിനുശേഷം അതിൻ്റെ ശരിയായ ഉത്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്റൂന മൽ മുഫ്ലിസ്, നിങ്ങൾക്ക് പാപ്പരായവർ ആരാണ് എന്ന് അറിയുമോ എന്ന് ചോദിച്ചു. മഹാരഥന്മാരായ സ്വഹാബികൾ പറഞ്ഞു, അൽ മുഫ്ലിസ് ഫീന മല്ലാ ദിർഹം ലഹു വലാ മതാ. പാപ്പരായ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ നമ്മളിലുള്ളവരാണ്. അവർ ദിർഹമില്ലാത്ത, ദീനാറില്ലാത്ത, സമ്പത്ത് കയ്യിലില്ലാത്ത ആൾക്കാരാണ്, ഒരു വിഭവങ്ങളും ഇല്ലാത്ത ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തി, ഇന്നൽ മുഫ്ലിസ് മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ ബിസ്വലാത്തിൻ വസിയാമിൻ വസക്കാത്തിൻ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? പാപ്പരായ ആൾക്കാരെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആരാണവർ? എൻ്റെ ഉമ്മത്തിൽ അവർ അന്ത്യനാളിൽ കൊണ്ടുവരും. എന്തുമായിട്ട് വരും? നിസ്കാരവുമായിട്ട് വരും, സക്കാത്തുമായിട്ട് വരും, നോമ്പുമായിട്ട് വരും. കർമ്മങ്ങളില്ലാത്ത ആൾക്കാരല്ല. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മളെ ഒരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബക്കറ്റ് വാങ്ങുകയാണെങ്കിൽ ഇപ്പം വരുന്ന ബക്കറ്റിന് വലിയ ദ്വാരങ്ങളൊന്നും കാണാറില്ല. മുമ്പൊക്കെ ശരിക്കും പരിശോധിക്കും, ദ്വാരമുണ്ടോ, ഓട്ട വല്ലതുണ്ടോ നോക്കും. കാരണം എന്താ? അതിൻ്റെ ഉപകാരം നടക്കില്ല, വെള്ളം ചോർന്ന് നോക്കും. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പം കർമ്മം ചോർന്നു പോകുന്ന ദ്വാരങ്ങൾ നമ്മളെ ജീവിതത്തിലൊന്ന് പരിശോധിക്കണം. ഈ വിഷയമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നേരത്തെ ആ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം നല്ല ഉഷാറായിട്ട് കച്ചവടം നടത്തി, പക്ഷേ പണച്ചോർച്ച അദ്ദേഹം കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ പണച്ചോർച്ച അദ്ദേഹം കണ്ടിട്ടില്ല. എന്നിട്ട് ഇവരെ പറ്റി, ഈ പാപ്പരായ ആൾക്കാരെ പറ്റി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ കുറേ നിസ്കാരവുമായിട്ട്, നോമ്പുമായിട്ട്, സക്കാത്തുമായിട്ട് പർവ്വത സമാനം അമലുണ്ട്. പക്ഷേ അവൻ ഒരാളെ ശകാരിച്ചിട്ടുണ്ടായിരിക്കും, ഒരാളുടെ അപവാദം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒരാളുടെ രക്തം അന്യായമായി ചിന്തിയിട്ടുണ്ടായിരിക്കും, ഒരാൾ അടിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊന്നും മരിക്കണതിന് മുന്നേ പൊരുത്തപ്പെടിച്ചിട്ടില്ല. പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മളൊക്കെ ചിലപ്പം ഭാര്യമാർക്കൊക്കെ പലതും കൊടുക്കാണ്ടാവും പരലോകത്ത് വെച്ചിട്ട്. ശരിക്കും ചിന്തിക്കേണ്ട വിഷയം. നമ്മളെന്താ മനസ്സിലാക്കുക? ഭാര്യനോടൊപ്പം പൊരുത്തപ്പെടിക്കേണ്ട ആവശ്യമൊന്നും ആരും പറഞ്ഞ് പൊരുത്തപ്പെടിക്കേണ്ടെന്ന് നമ്മൾ ശരിക്കും മനസ്സ് തേടി ഭാര്യൻ്റെ ഗീബത്ത് നമീമത്ത് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റും. നമുക്ക് പൊരുത്തപ്പെടിക്കേണ്ടി വരും. അപ്പം എന്താണ്? അപ്പം ഇതൊക്കെ എന്താവും? നമ്മളെന്ത് ചെയ്യും? നല്ല റാഹത്തായിട്ട് നല്ല ചിന്തയോട് വരുന്ന സമയത്താവും എന്ത് ഈ കടങ്ങളൊക്കെ ഉണ്ട്. ഇത് സാമ്പത്തിക കടം മാത്രമല്ല, നാവുകൊണ്ട് പറഞ്ഞ കട ഉണ്ടാവും, അഭിമാനക്ഷതം മാനക്കേടാക്കിയ കട ഉണ്ടാവും. ഇതൊക്കെ കൊടുത്ത് എന്ത് ചെയ്യും? കട ആൾക്കാർക്ക് വീട്ടി എന്ത് ചെയ്യും? വീട്ടാൻ ഇവൻ്റെ സൽക്കർമ്മം അങ്ങനെ എടുത്തു കൊടുക്കേണ്ടി വരും.
അവസാനം അവൻ്റെ സൽക്കർമ്മം തീരുമ്പം മറ്റുള്ള പറയപ്പെട്ട ആൾക്കാരെ തിന്മകൾ ഇവരിലേക്ക് ചാർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുമ്മ തുരിഹ ഫിന്നാർ, പിന്നെ അവനെ നരകത്തിലേക്ക് തള്ളപ്പെടുത്തും. ശരിക്കും ഇത് ഞാനൊക്കെ നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ റബ്ബിൻ്റെ കാരുണ്യം, റബ്ബും കാരുണ്യവാനാണ്. അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്ന തവ്വാബാണ്, പാപങ്ങളെ സ്വീകരിക്കുന്ന ഗഫാറാണ്. അപ്പം അതൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ എന്തിങ്ങനെ സുഷിരങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മൾ ഈ റമദാനാകട്ടെ ജീവിതത്തിലാകട്ടെ എപ്പോഴും ശ്രദ്ധിക്കൊണ്ടൊരു പാടാണ്. പിന്നെ അതിൻ്റെ കൂടെ രണ്ടാമത് കാര്യം പറയാണ്. രണ്ടാമത് നമ്മളെപ്പോഴും ഒരു നിഷ്കളങ്കമായ തൗബയുടെ ആളായിട്ട് മാറണം. തൗബൻ്റെ ഷർത്ത് പാലിച്ചുകൊണ്ട് നമ്മൾ തൗബ ചെയ്യുന്നുണ്ടോ? ശരിക്കും നമ്മൾ വിചാരിച്ചത് എന്താ? തൗബ ചെയ്യാൻ ഞാൻ ആരെയും കൊന്നിട്ടുണ്ടോ? ഞാൻ ആരെയും വലിയ സംഖ്യ മോഷ്ടിച്ചിട്ടുണ്ടോ? എത്ര വൻപാപം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗീബത്ത് വൻപാപല്ലേ? ഗീബത്ത് തൃപ്തിയോടെ കൂടി കേൾക്കൽ വൻപാപല്ലേ? തൃപ്തിപ്പെട്ട് കേൾക്കൽ. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഖുർആനുൽ ഹദീസിലും പ്രത്യേകം ശിക്ഷ എടുത്ത് പറഞ്ഞതൊക്കെ വൻപാപ. തൗബ ചെയ്യണ്ടേ? തൗബൻ്റെ ഷർത്ത് പാലിക്കണ്ടേ? അപ്പം എന്താണ് തൗബൻ്റെ ഷർത്ത്? എന്താണ്? ഒരു ചെറിയ ശകലത്തിൽ കാണാം, ഉതുൽബമതാബൻ ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീമസ്തഖ്ബല. എന്താണ് തൗബൻ്റെ ഷർത്ത്? തൗബൻ്റെ ഷർത്ത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട സംഗതി മാത്രമാണ് 3 ഷർത്താണ്. പിന്നെയോ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട്, അതായത് മനുഷ്യന്മാരുമായിട്ട് ആദം സന്തതികളുമായി ബന്ധപ്പെട്ടാണ് ഷർത്ത് 4 എണ്ണായി. എന്താണ്? 2 എന്താണ്? ചെയ്തു പോയ തെറ്റുകളിൽ അങ്ങേറ്റം ഖേദം വേണം. ഖേദമില്ലാതെ എന്ത് തൗബേ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ശരിക്കത്. നമ്മളെ നാവിൽ നിന്ന് നമ്മൾ 4 ആൾ കൂടിയിരുന്ന സമയത്ത് ഒരാളെ ഗീബത്തോ നമീബത്തോ എന്തോ പ്രശ്നം പറഞ്ഞാൽ ഖേദം ഉണ്ടാവുണ്ടോ? പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞു. ശരിക്കും ഉള്ളുന്നാണ് ഖേദം വരണം. കാരണം എനിക്ക് കുടിക്കുവാൻ പാനീയം തന്ന, കഴിക്കുവാൻ ഭക്ഷണം തന്ന, ഞാൻ താമസിക്കുന്ന എനിക്ക് എൻ്റെ വീട് തന്ന, എൻ്റെ ഇണയെ തന്ന, എൻ്റെ വസ്ത്രം തന്ന റബ്ബിനോട് നന്ദികേട് കാണിച്ചല്ലോ എന്നുള്ള ചിന്ത ഹൃദയത്തിനുള്ളിൽ വരണം. അപ്പം എന്താണ്? അതാണ് ഒന്നാമത്തെ, ഖേദം വേണം. പിന്നെയോ അത് പാപം പിന്നെ ചെയ്യരുത്. പിന്നെയോ ഒബിഅസ്മി തർക്കി ദംബി ഫീമസ്തഖ്ബല. പിന്നെന്താണ്? ഭാവിയിൽ അതിലേക്ക് മടങ്ങൂല എന്നുള്ള ദൃഢനിശ്ചയം വേണം. അപ്പം അത് വേണം, നിർബന്ധം. തൗബ ചെയ്യുന്ന സമയത്ത് പിന്നെ കുറേ കഴിഞ്ഞ ഒരാൾ അറിയാതെ പിശാചിൻ്റെ ദുഷ്പ്രേരണയിലോ നഫ്സിൻ്റെ ഇച്ഛയിൽപ്പെട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കേറിച്ച് മടങ്ങേണ്ടി അതുള്ളൂ. പക്ഷേ ആ സമയത്ത് എന്താ ചിന്ത? ഞാനിനി സൗകര്യം ഉണ്ടാകുമ്പോഴൊക്കെ ഇപ്പം തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തൗബൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് തൗബ ചെയ്യണമെന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ച് പറയുകയാണ്, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായിട്ട് പശ്ചാത്തപിച്ച് മടങ്ങണം. തൂബു ഇലല്ലാ അമ്രാണ്, കൽപ്പന വാജിബ, നിർബന്ധ. അള്ളാഹു കൽപ്പിക്കുകയാണ് തൗബ ചെയ്യുവാൻ വേണ്ടി. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വിഷയങ്ങളൊക്കെ ഷർത്ത് പാലിക്കണം. പിന്നെ എന്താണ്? അതിലേക്ക് മടങ്ങൂല എന്നുള്ള ദൃഢനിശ്ചയം വേണം. പിന്നെയോ വബറാഅതിൻ മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാന ഫർഗ വകമ്മില. പിന്നെ അത് ഷർത്ത് 4 ഉണ്ടാവുക എപ്പം? മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാക്കാലുള്ള പറച്ചിലുകളോ അല്ലെങ്കിൽ പണസംബന്ധമായ അഭിമാനക്ഷത ഉണ്ടാക്കിയ വിഷയങ്ങളെ അതൊക്കെ പൊരുത്തപ്പെടിച്ച് അല്ലെങ്കിൽ കടം കൊടുത്ത് അല്ലെങ്കിൽ സമയം കൂട്ടി വാങ്ങി അല്ലെങ്കിൽ പൊരുത്തപ്പെടിച്ച് വീട്ടേണ്ടി വരും. ഇപ്പം 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ പരിശുദ്ധമായ റമദാനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഒരു ചോർന്നു പോകരുത്. അത് ഭദ്രമായിരിക്കണം. നാളെ അതിനുള്ള ഒരു തേട്ടം നമുക്ക് റബ്ബിനോടുണ്ടാകണം. അതിൻ്റെ സൂക്ഷ്മത നമ്മുടെ അടുത്ത് വേണം. രണ്ടാമത്, തൗബയുടെ മനസ്ഥിതിയുമായിട്ട് പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ കഴിഞ്ഞുകൂടണം. മൂന്നാമത്തേത്, നമ്മളെ നിയ്യത്ത് പക്കായിരിക്കണം. നമുക്കറിയാം പലപ്പോഴും ഈ ചില വിവാഹങ്ങളൊക്കെ നടക്കുമ്പം ചില ഭക്ഷണ നിർമ്മാണശാലക്കാരുണ്ടല്ലോ, അവരുണ്ടാക്കി കൊടുക്കണം. അവരോടൊക്കെ
അതിൻ്റെ ആളുകൾ പറയാറുണ്ട്, ആളുകളൊക്കെ ഞങ്ങളെ കല്യാണം പറയണം, കെങ്കമായിരിക്കണം, ഒക്കെ നടത്തിക്കൂടെ വേറെ വിഷയം. പക്ഷേ വളരെ ഉഷാറെന്ന് നാട്ടുകാർ മുഴുവൻ പറയും, ഇങ്ങനത്തെ ഒരു കല്യാണം ഉണ്ടാകാൻ പാടില്ല. പ്രശംസ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണ അമൽ സ്വീകരിക്കുമോ? സ്വീകരിക്കൂല. അപ്പം എന്താണ്, റബ്ബിൻ്റെ വജ്ഹല്ലാത്തൊരു വിഷയം നമ്മളെ നിയത്ത് കടന്നു വരരുത്. ഭക്ഷണം കൊടുക്കുന്ന ആളുകളെ പറ്റി അള്ളാഹു സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞിട്ടുണ്ട്, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അള്ളാഹു പറയുന്നു സൂറത്തുൽ ഇൻസാനിൽ, തീർച്ചയായിട്ടും ഇന്നൽ അബ്റാറ, പുണ്യവാന്മാരായ ആളുകൾ, അവർ യുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി, അവർക്ക് തന്നെ ഭക്ഷണത്തിനോട് പ്രിയമുണ്ട്, എന്നിട്ടും അവർ മിസ്കീനുകളെയും യത്തീമുകളെയും തടവുകാരെയും ഭക്ഷിപ്പിക്കും. എന്നിട്ട് എന്താ അവർ പറയാ, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് റബ്ബിൻ്റെ വജ്ഹ്, ഇന്നമാ ഹസ്ർ ചെയ്യും മാത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെന്താ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റ, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ ഒരു പ്രതിഫലമോ ഞങ്ങൾ ആഗ്രഹിക്കണില്ല. ഇതന്നെയാണ് എല്ലാ സൽക്കർമ്മത്തിൻ്റെ അവസ്ഥ. അപ്പം നല്ല നീയത്ത്. ചരിത്രങ്ങളിൽ ഒരുപാട് ആളുകൾ, മഹാരഥന്മാരായ പൂർവ്വസൂരികൾ, അവരവരുടെ ഇഖ്ലാസ് ചോർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് പല വിഷയങ്ങളും രഹസ്യമാക്കി വെച്ചതിന് കുറേ തെളിവുകളുണ്ട്. ഹദീസിൻ്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ധർമ്മസമരത്തിൽ ജീവിതം കഴിച്ചു കൂട്ടിയ, ദീന് പറഞ്ഞു കൊടുക്കാൻ ആൾക്കാർക്ക് സമയം നന്നായി ചെലവഴിച്ച ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം തുറുസൂസ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇടയ്ക്ക് വിശ്രമിക്കാൻ റിഖ എന്ന സ്ഥലത്ത് അദ്ദേഹം തങ്ങും. ആ തങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, അവിടെ വന്നിട്ട് ഒരാൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിനടുത്ത് ചെറുപ്പക്കാരൻ വന്ന് ഇൽമ സ്വീകരിക്കാൻ, ഹദീസ് പഠിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഒരു പ്രാവശ്യം പോയ സമയത്ത് ഈ വ്യക്തിയെ കാണുന്നില്ല. അപ്പം അദ്ദേഹത്തിനാണെങ്കിൽ ഒരു ജിഹാദിൻ്റെ വിളിയാളത്തിലാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം വല്ലാതെ അവിടെ നിൽക്കാൻ സമയമില്ല. അദ്ദേഹം അന്വേഷിച്ചു, എന്നെ കാണാൻ വരുന്ന, എനിക്ക് കുറേ ഖിദ്മത്തൊക്കെ ചെയ്ത് എൻ്റെ അടുത്ത് ഹദീസ് സ്വീകരിക്കാൻ വരുന്ന യുവാവ് എവിടെ പറഞ്ഞു. അദ്ദേഹത്തിന് 10,000 ദിർഹംസ് കടമുള്ളതുകൊണ്ട് കാവൽപടമാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. കടമുള്ള ആ വ്യക്തി കൊടുക്കപ്പെടേണ്ട ആ പൈസ ഉള്ള അദ്ദേഹം പരാതി കൊടുത്തു. അപ്പം എത്ര കൊടുക്കാളെന്ന് ചോദിച്ചു. അപ്പം ചോദിച്ച എമൗണ്ട് പറഞ്ഞല്ലോ 10,000, ആർക്കാ കൊടുക്കാളെന്ന് ചോദിച്ചു. അപ്പം ആളെ സ്ഥലമൊക്കെ മനസ്സിലാക്കി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ പോയിട്ട് രാത്രി എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് പെട്ടെന്ന് പോകേണ്ടതുണ്ടാകും. അദ്ദേഹം പണമൊക്കെ കൊടുത്തു. ഈ കാണുന്ന അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യുന്ന യുവാവ് ജയിലിലാണ് അദ്ദേഹം. അദ്ദേഹം പോയി തിരിച്ചു വന്നു. വീണ്ടും ഈ റിഖ എന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് ഇരുന്നപ്പം യുവാവ് കുറച്ച് കഴിഞ്ഞ് വന്നു. അപ്പം നിങ്ങൾ എവിടെയായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടില്ല, അപ്പോൾ എനിക്ക് കുറച്ച് കടമുണ്ടായിരുന്നു. അങ്ങനെ ആ കടമുണ്ടായത് കൊണ്ട് അതിന് പരാതി വന്നുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തു. പക്ഷേ പിന്നെ എന്ത് ചെയ്തു, എങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടു വെച്ചാൽ ഏതോ ഒരു നല്ല മനുഷ്യൻ ആ കടം വീട്ടിയതാണ്. അപ്പോൾ ഈ കടം കൊടുത്ത 10,000 ഒരാൾക്ക് കൊടുത്തിരുന്നല്ലോ, ഈ കൊടുക്കപ്പെടേണ്ട ആൾക്ക് കൊടുക്കേണ്ട ആൾക്ക്. അങ്ങനെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ മരിക്കണവരെ ഇത് നിങ്ങൾ പുറത്തേക്ക് പറയാൻ പാടില്ല, ഞാൻ നിങ്ങൾക്ക് തന്നതും ഈ കട ഞാൻ വീട്ടിൽ പറയാൻ പാടില്ല. അത് പിന്നീട് മരണശേഷം അദ്ദേഹം പുറത്ത് പറഞ്ഞതാണ്, മരിക്കുന്നത് വരെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞില്ല. ഈ യുവാവാണിത് അറിഞ്ഞും ചെയ്ത്, ഏതൊരു നല്ല മനുഷ്യനെൻ്റെ കടം വീട്ടി. അപ്പം അള്ളാഹു നിങ്ങളെ കടം വീട്ടാൻ സഹായിച്ച റബ്ബിനാണ് സ്തുതി എന്ന് അബ്ദുല്ലാഹിൻ മുബാറക് റഹ്മത്തായി പറഞ്ഞു. അദ്ദേഹം ഞാനാണ് കൊടുത്തതെന്നും പറഞ്ഞിട്ടില്ല. അപ്പം എന്തുകൊണ്ടാണ്, അപ്പം നമ്മൾ ഇതിൻ്റെ ഉദ്ദേശം സദക്ക പരസ്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന ചില സമയങ്ങളിൽ പരസ്യമാകും, അത് വേറെ വിഷയം. പക്ഷേ രഹസ്യമായാലും പരസ്യമായാലും വജ്ഹ് റബ്ബിൻ്റെത് മാത്രമായിരിക്കണം. അള്ളാഹിൻ്റെ അടുത്ത് കൂലി മാത്രമാണ്. അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ 2 വിഷയങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അമലിന് ചോർച്ച അനുഭവപ്പെടുന്ന സംഗതിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ കർമ്മങ്ങൾക്ക് ചോർച്ച വരുന്ന ഇങ്ങനത്തെ ചില ആളുകളെ പറ്റി അപവാദം, മറ്റ് വിഷയങ്ങൾ, ഇതൊന്നും നമ്മുടെ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ തൗബ പറഞ്ഞു. മൂന്നാമത്തെ നിയ്യത്ത് എപ്പോഴും ഉഷാറായിരിക്കണം. അല്ലാഹു തആല എല്ലാവിധ ഖൈറുകളും നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിലുള്ള ദിനരാത്രങ്ങൾ എത്രയാവട്ടെ, കുറച്ചാവട്ടെ, കൂടുതൽ, ഏതായാലും അത് ഉള്ളത് നന്നാക്കി റബ്ബിന് വേണ്ടി സജീവമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു ദുന്യാവിൽ ഇസ്സത്തും അമ്മനും നൽകി അനുഗ്രഹിക്കട്ടെ. ഫിർദൗസ് എന്ന മഹാസ്വർഗത്തിൽ പ്രവാചകന്മാരുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹുകളുടെ കൂട്ടത്തിൽ പോയി ചേരാനുള്ള ഭാഗ്യം നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.